ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്ന് പറഞ്ഞ 3-ാം ക്ലാസ്സിലെ 3-ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. പാർട്ട് 1 കണ്ടതിന് ശേഷം ഈ പാർട്ട് 2 കാണുക. ഓക്കെ, ഈറ്റിംഗ് കണ്ടസ്റ്റ്. എന്താണ് ഈറ്റിംഗ് കണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ മത്സരം. മല്ലൻ എലിഫൻ്റ് ഈസ് മേക്കിംഗ് ബണ്ടിൽസ് ഓഫ് ഷുഗർ കെയിൻ ഫോർ ദി ഈറ്റിംഗ് കണ്ടസ്റ്റ്. എന്താണ് മല്ലൻ എലിഫൻ്റ് എന്താണ് ബണ്ടിൽസ് ഓഫ് ഷുഗർ കെയിനിലെ ഷുഗർ കെയിൻ്റെ ബണ്ടിൽസ് ഇതാ കെട്ടുകളാക്കിയിട്ട് വെക്കുന്നുണ്ടല്ലേ. കരിമ്പ്, ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ കരിമ്പുകൾ കെട്ടുകളാക്കി വെക്കുന്നുണ്ട് ഫോർ ദി ഈറ്റിംഗ് കണ്ടസ്റ്റ് അല്ലേ. തീറ്റ മത്സരത്തിന് വേണ്ടിയിട്ട് കരിമ്പുകൾ കെട്ടാക്കി ബണ്ടിലായിട്ട് വെക്കുകയാണ്. ഹി ഹാസ് മെയ്ഡ് 20 ബണ്ടിൽസ് ഓഫ് 100 ഈച്ച്. ഇങ്ങനെയാണ് 20 ബണ്ടിൽസിലെ 20 കെട്ടുകൾ. അതിലെന്താണ് 100 വെച്ചിട്ടാണ് ഉള്ളത് അല്ലേ. 100 20 കെട്ടുകളാണ് മല്ലനാല കെട്ടുകളാക്കിയിട്ട് ബണ്ടിലായിട്ട് വെച്ചത്. ഹൗ മെനി ഷുഗർ കെയിൻ ഇൻ ആൾ അല്ലേ. മൊത്തത്തിൽ എത്ര ഷുഗർ കെയിൻ, എത്ര കരിമ്പുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഒരു ബണ്ടിലിൽ എത്രയാണ് 100 വീതമാണ് വെച്ചത്. അങ്ങനത്തെ 20 ബണ്ടിലിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചത് അല്ലേ. ഒരു ബണ്ടിലിൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻ ഇൻ 1 ബണ്ടിൽ 100 ആണ്. അങ്ങനെയാണെങ്കിൽ 20 ബണ്ടിൽസിൽ എത്ര ഉണ്ടാവും അല്ലേ. 20 കെട്ടുകളിൽ 20 × 100 ചെയ്താൽ നമുക്ക് കിട്ടുമല്ലേ. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 20 × 100 ചെയ്താൽ മതി അല്ലേ. 100 വീതമാണ് ഓരോന്നിലുള്ളത്. അങ്ങനത്തെ 20 കെട്ടുകളിൽ 20 ബണ്ടിൽസിൽ എത്ര ഉണ്ടാവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ 20 × 100 ചെയ്താൽ മതി. 20 × 100 എന്താണ് അല്ലേ. 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ. 2 × 1 എന്താണ് 2. അതിൻ്റെ എത്ര 0 ഉണ്ട് 1 2 3 zeros എഴുതാം. എന്താണ് 2000 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസിലെ ഹൗ മെനി ഷുഗർ കെയിൻസ് ഇൻ ആൾ അല്ലേ. എത്ര ഉണ്ട് ടോട്ടൽ, എത്ര ഉണ്ട് 2000 എന്ന് കിട്ടി അല്ലേ. ജമ്പൻ ജിറാഫ്, ബാലു ബിയർ ആൻഡ് ഡിങ്കു ഡോങ്കി അഗ്രീഡ് ടു ക്യാരി ദി ഷുഗർ കെയിൻ ബണ്ടിൽസ് ടു ദി സ്പോട്ട് അല്ലേ. ജമ്പൻ ജിറാഫും ബാലുക്കരടിയും ഡിങ്കു ഡോങ്കിയും എന്താണ് ഷുഗർ കെയിന് കൊണ്ടുപോകാമെന്ന് അല്ലേ. സ്പോട്ടിലേക്ക്, ആ തീറ്റ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ഷുഗർ കെയിൻ്റെ ബണ്ടിൽസ് കൊണ്ടുപോകാം എന്നേറ്റു. ഹൗ മെനി ബണ്ടിൽസ് ഡിഡ് ഈച്ച് ക്യാരി അല്ലേ. അവർ ഓരോരുത്തരും എത്ര ബണ്ടിൽസ് വീതമായിരിക്കും എടുത്തിരിക്കുക. നമ്പർ ഓഫ് ബണ്ടിൽസ്, നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് ഉണ്ട് അല്ലേ. ആദ്യം എന്താണ് ജമ്പൻ ജിറാഫ് എത്രയാണ് 6 ബണ്ടിൽസാണ് എടുത്തതെങ്കിൽ എത്ര ഷുഗർ കെയിൻസ് ഉണ്ടാവും അല്ലേ. അതിലുണ്ടായിരിക്കുന്ന ഷുഗർ കെയിൻ കരിമ്പുകളുടെ എണ്ണം എത്ര ആയിരിക്കും. ഇങ്ങനത്തെ കരിമ്പുകളുടെ കെട്ടുകൾ 6 കെട്ടുകൾ ബണ്ടിൽസാണ് എടുത്തത്. അങ്ങനെ 6 ബണ്ടിൽസിൽ എത്ര കരിമ്പുകൾ ഉണ്ടാവും, ഷുഗർ കെയിൻസ് ഉണ്ടാവും. 6 × 100 ചെയ്താൽ മതി. ഓരോ ബണ്ടിൽസിലും എത്രയാണ് 100 വീതമാണുള്ളത്. അങ്ങനത്തെ 6 ബണ്ടിൽസിൽ എത്ര എണ്ണം ഉണ്ടാവും അല്ലേ. 6 × 100 ചെയ്താൽ മതി. 6 × 100 എത്രയാണ് 6 × 1 6 and 2 zeros, 2 zeros ചെയ്താൽ 600. നമ്പർ ഓഫ് ബണ്ടിൽസ് 10 ആണ്, 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എത്ര ആയിരിക്കും, അതിലുള്ള കരിമ്പുകളുടെ എണ്ണം അല്ലേ. കെട്ടുകൾ 10 കെട്ടുകൾ, ഓരോ കെട്ടിൽ എത്ര ആൾ 100 എണ്ണമാണ്, 100 ഈച്ച്, ഓരോന്നിലും 100 എണ്ണമാണ്. അങ്ങനത്തെ 10 കെട്ടുകളിൽ എത്ര ഉണ്ടാവും അല്ലേ. 10 × 100 ചെയ്താൽ മതി. 10 × 100 എങ്ങനെ ചെയ്യാം, 1 × 1 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര സീറോസ് ആണ് 3 zeros. 1000 എന്ന് കിട്ടിയല്ലേ. ഇനി ആരതാണ് ഡോങ്കിൻ്റെ, ഡിങ്കു ഡോങ്കിൻ്റെത് എത്ര ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ ഇവർ രണ്ടാളും ഇത്ര ഈ ടോട്ടൽ എത്ര കിട്ടി നമുക്ക്, ഇവർ രണ്ടാളും എത്ര ബണ്ടിൽ, എത്ര ഷുഗർ കെയിൻസ് കിട്ടി ടോട്ടൽ. ആകെയുള്ള തുകയിൽ ടോട്ടലിന് ഇത്ര ഇവർക്ക് കിട്ടിയത് മൈനസ് ചെയ്താൽ മതി. നമുക്ക് എത്രയാണ് ടോട്ടൽ എത്രയാണ് ഉള്ളത് അല്ലേ. 20 ബണ്ടിൽസ് ഓഫ് 100 അല്ലേ. 20 × 100 നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അല്ലേ. 20 ബണ്ടിൽസാണ് ടോട്ടൽ ഉള്ളത് അല്ലേ. 20 × 100 എന്താണ് 2 × 1 2 and 3 zeros, 2000 എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ടോട്ടൽ ഷുഗർ കെയിൻസ് 2000 ആണ്. ഇവിടെ ജിറാഫും ബിയറും എത്രയാണ് ടോട്ടൽ കിട്ടിയത്, അത് മൈനസ് ചെയ്താൽ മതി അല്ലേ. ജിറാഫിനും ബിയറിനും എത്രയാണ് കിട്ടിയത് 600 + 1000 എത്രയാണ് 0061 അല്ലേ. 1600 എന്ന് കിട്ടി. ഇവർക്ക് രണ്ടാക്കും കിട്ടിയത് 1600 ആണ് അല്ലേ. ഇനി എത്ര കൂടി കിട്ടണം അല്ലേ. 2000 ആണ് ടോട്ടൽ വേണ്ടത്. ടോട്ടൽ ബണ്ടിൽസിലെ ടോട്ടൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എന്താണ് 2000 ആണ്. 2000ലേക്ക് എത്താൻ എത്ര വേണം, മൈനസ് ചെയ്താൽ മതി അല്ലേ. 2000 - 1600 1600. ഇവർ രണ്ടാർക്കും കൂടി കിട്ടിയത് എത്രയാണ് 1600 ആണ് അല്ലേ. അപ്പോൾ ഇതിന്ന് മൈനസ് ചെയ്താൽ എത്രയാണ് 0 ന്ന് 6 പോവില്ല. അപ്പോൾ ഇവിടെ നിന്ന് ബാലൻസ് കട എടുക്കും. അപ്പം ഇതെന്തായി 10 ആയി, ഇത് 1 ആയി അല്ലേ. 10 ന്ന് 6 പോയാൽ എത്രയാണ് 400 എന്ന് കിട്ടിയല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എന്താണ് 2000 ആണല്ലേ. 2000 ആണ് അല്ലേ. ഇവർ 2 പേർക്ക് കൂടി കിട്ടിയത് എത്രയാണ് 600 + 1000 എന്താണ് 1600 ആണ്, 1600 ആണ്. അപ്പോൾ ഇവർ രണ്ടാർക്കും കൂടി കിട്ടി. ഇനി എത്ര കൂടി വേണം, ഇനി 400 കൂടി കൂട്ടിയാലുള്ളൂ നമുക്ക് എന്ത് കിട്ടുക അല്ലേ. 2000 ടോട്ടൽ 2000 ആണ്. 400 ഷുഗർ കെയിൻസ് കൂടി വേണം. അപ്പോൾ എന്താണ് ഇവിടെ 400 അല്ലേ വരിക. 400 കിട്ടാൻ എത്ര ബണ്ടിൽസ് എടുക്കണം, ഇവിടെ 400 എന്ന് കിട്ടാൻ എത്ര ബണ്ടിൽസ് എടുക്കണം. 4 ബണ്ടിൽസ് എടുത്താലല്ലേ 400 കിട്ടുക. 4 × 100 അല്ലേ 400. 4 × 1 4 then 2 zeros. അപ്പോൾ 400 കിട്ടണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം 4 ബണ്ടിൽസ് എടുക്കണം അല്ലേ. ഇവിടെ 600 കിട്ടാൻ നമ്മൾ എത്ര എടുത്തത് 6 ബണ്ടിൽസ് എടുത്തു. 10 × 100 എടുത്തപ്പോൾ നമുക്ക് 1000 കിട്ടി.
അല്ല, അപ്പോൾ 4 × 100 എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 400 കിട്ടുക അല്ലേ. 6 × 100 എടുത്തപ്പോൾ 600 കിട്ടി. 4 × 100 എടുത്താലാണ് 400 കിട്ടുക. അപ്പോൾ ഇതെല്ലാം പാടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? നമ്മൾ ആദ്യം എടുത്ത 2000 എന്ന് കിട്ടും അല്ലേ. 20 ബണ്ടിൽസ് ഓഫ് 100 അല്ലേ. 2000 ആണ് ടോട്ടൽ കിട്ടേണ്ടത്. ഇപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 2000 കിട്ടിയില്ലേ. നെക്സ്റ്റ് 2000 മാംഗോസ് വെർ സ്റ്റോർഡ് ഫോർ ദി കണ്ടസ്റ്റ്. ഒരു കണ്ടസ്റ്റിന്, ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് 2000 മാങ്ങകൾ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദർ ആർ കെപ്റ്റ് ഇൻ 4 സാക്സ്. എന്താണ് 4 ചാക്കുകളിലാക്കിയിട്ടാണ് അതിനെ സൂക്ഷിച്ചു വെച്ചത്. ഈച്ച് കണ്ടെയ്നിങ് ദി സെയിം നമ്പർ ഓഫ് മാംഗോസ്. ഓരോന്നിലും എന്താണ് സെയിം നമ്പർ ഓഫ് മാങ്ങകളാണ്, മാംഗോസ് ആണുള്ളത്. ഓരോ ചാക്കിലും 4 ചാക്കിൽ എന്താണ് സെയിം നമ്പർ ഓഫ്, ഒരേ നമ്പറാണ് എല്ലാത്തിലും. ഇതിലുള്ള അതേ നമ്പർ മാങ്ങ തന്നെയാണ് ഇതിലും 4 എണ്ണത്തിലുള്ളത്. ഹൗ മെനി ഇൻ ഈച്ച്, അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും എത്ര എണ്ണം ഉണ്ടാകും അല്ലേ. ടോട്ടൽ എത്രയാണ്? 2000 മാങ്ങകളാണ്. 2000 മാംഗോ ആണ്. അപ്പോൾ 2000 നമുക്ക് എങ്ങനെയാണ് ഈക്വലായിട്ട് 4 എണ്ണമായിട്ട് വീതിക്കുക, ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണ്? 2000 നേർപകുതി എത്രയാണ്? 1000 അല്ലേ. 2 ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വൽ ആകണമെങ്കിൽ നമ്മളെന്താണ് 1000 ആണ് എന്ത് 2000 അല്ലേ. 2000 4 ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലേ? ഈ 1000 ഒന്നുകൂടി ഡിവൈഡ് ചെയ്താൽ മതി. 1000 നേർപകുതി എത്രയാണ്? 500 അല്ലേ. 500 + 500 അല്ലേ 1000 അല്ലേ. 5 5 10 then 2 zeros അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ആക്കി ഡിവൈഡ് ചെയ്താലാണ് 4 എണ്ണം ഈക്വൽ ആവും അല്ലേ. ഓരോന്നിലും 500 മാങ്ങകളാണെങ്കിൽ 500 500 1000 ദെൻ വീണ്ടും ഒരു 500 500. അപ്പോൾ എത്രയായി? 2000 കിട്ടിയില്ലേ. അപ്പോൾ ഓരോ ചാക്കിൽ എത്ര ഉണ്ടാവും? 500 എണ്ണം വീതം അല്ലേ. 1000 1000 1000ൻ്റെ പകുതി 500. അപ്പോൾ 500 500 1000 ആയി. 500 500 1000 ആയി. അപ്പോൾ 2000 അല്ലേ. ടോട്ടൽ ഓരോന്നിലും എന്താണ് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഓരോ ചാക്കിലും 500 മാങ്ങ വീതം എടുത്താൽ നമുക്ക് എന്താണ് ടോട്ടൽ 2000 മാംഗോസ് എന്താണ് ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ. വാട്ടർ ഡ്രിങ്കിങ് കണ്ടസ്റ്റ് അല്ലേ, വെള്ളം കുടി മത്സരം. ദോസ് ഹൂ ഹാവ് ഗിവൺ ദർ നെയിംസ് ഫോർ ദി വാട്ടർ ഡ്രിങ്കിങ് കോമ്പറ്റീഷൻ പ്ലീസ് റിപ്പോർട്ട് അറ്റ് വൺസ്. എന്നാണ് വെള്ളം കുടി മത്സരത്തിന് പേര് നൽകിയവരെന്താണ് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ദർ ആർ ബാരൽസ് കണ്ടെയ്നിങ് 30 liters, 20 liters ആൻഡ് 10 liters ഓഫ് വാട്ടർ. ദി വൺ ഹൂ ഡ്രിങ്ക് ദി മോസ്റ്റ് ഈസ് ദി വിന്നർ. അല്ലേ. 20 ലിറ്ററിൻ്റെയും 30 ലിറ്ററും 10 ലിറ്ററൊക്കെ ഉള്ള വെള്ളമുണ്ട് അല്ലേ. വെള്ളമുള്ള ബാരൽസാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ആളാണ് എന്താണ് വിന്നറായിട്ട് വിജയിക്കുക അല്ലേ. ആരാണ് ഏറ്റവും കൂടുതൽ കുടിച്ചതെന്ന് നമുക്ക് നോക്കാം. സീ ഹൗ മച്ച് ഈച്ച് ഹാസ് ഡ്രങ്ക് അല്ലേ. ഓരോരുത്തരും കുടിച്ചത് എത്രയാണ്, ഡ്രങ്ക് ചെയ്തത് എത്രയാണ്. കംപ്ലീറ്റ് ടേബിൾ. ഈ ടേബിൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യുക. ഓരോരുത്തർ കുടിച്ചത്. ജിംബൻ ജിറാഫ് എത്രയാണ് കുടിച്ചത്? എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ. വാട്ടറിൻ്റെ എമൗണ്ട് എന്താണ്? ലിറ്ററിലല്ലേ. ലിറ്ററിലാണ് തന്നത് അല്ലേ. എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ. എമൗണ്ട് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. 50 ലിറ്റേഴ്സിൻ്റെ ഒന്നാണ്, 20 ലിറ്റേഴ്സിൻ്റെ 3 എണ്ണം, 10 ലിറ്ററിൻ്റെ ഒന്നുമാണ് ജംബൻ ജിറാഫ് കുടിച്ച വെള്ളത്തിൻ്റെ അളവുകളിലെ എമൗണ്ട്. ടോട്ടൽ ഇൻ ലിറ്റേഴ്സിലെ ടോട്ടൽ എത്ര ലിറ്റേഴ്സ് ആണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ടോട്ടൽ എത്ര ഉണ്ടാവില്ലേ. 50 ലിറ്ററിൻ്റെ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ലിറ്റേഴ്സിൻ്റെ 1 എന്ന് പറഞ്ഞാൽ 50 × 1 50. ദെൻ 20 ലിറ്റേഴ്സിൻ്റെ 3 എണ്ണം കുടിച്ചിട്ടുണ്ട് അല്ലേ. 20 ലിറ്റേഴ്സിൻ്റെ 3 എണ്ണം അല്ലേ. 20 × 3 എത്രയാണ്? 3 × 2 എത്രയാണ്? 3 2 6 അല്ലേ. 3 2s are 6. ദെൻ 10 60 എന്ന് കിട്ടി. 10 ലിറ്ററിൻ്റെ 1 അതെത്രയാണ്? 10 അല്ലേ. 10 × 1 1. ഇതിൽ ടോട്ടൽ എത്രയാണ്? 50 + 20 + 10 എത്രയാണ്? 6 7 8 9 10 11 12 അല്ലേ. 12 120 ആണ് ടോട്ടൽ കിട്ടിയത് അല്ലേ. അപ്പോൾ ടോട്ടൽ ലിറ്റേഴ്സ് എത്രയാണ്? 120. ഇതെല്ലാം എല്ലാം കൂടെ ആഡ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. ടോട്ടൽ എത്രയാണ്? 120 എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താണ്? കൊമ്പൻ എലിഫൻറ്റ് എത്രയാണ്? 3 ലിറ്റേഴ്സിലെ 50 ലിറ്ററിൻ്റെ 3 എണ്ണമാണ് ഉള്ളത് അല്ലേ. 50 ലിറ്റേഴ്സിൻ്റെ 3 എണ്ണം എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 × 50. 3 × 50 എത്രയാണ്? 3 5 15 അല്ലേ. 3 5s are 15. 15 10 അപ്പോൾ 150 എന്ന് കിട്ടി. 20 ലിറ്ററിൻ്റെ 4 എണ്ണം അല്ലേ. 4 എണ്ണം 20 ലിറ്ററിൻ്റെ 4 എണ്ണമാണ്. എത്ര? 4 2s are 8. ദെൻ 10 80 എന്ന് കിട്ടി. ദെൻ 10 ലിറ്റേഴ്സിൻ്റെ 2 എണ്ണം 10 ലിറ്ററിൻ്റെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 × 2 2. ദെൻ 10 20. 10 × 2 എത്രയാണ്? 20. എല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? ടോട്ടൽ ഇൻ ലിറ്റേഴ്സിലെ എത്രയാണ്? ടോട്ടൽ എത്രയാണെന്നാണ് ചോദിച്ചത്. 0 + 0 + 0 0. ദെൻ 8 + 2 10. 10 + 5 15. 15 5 ബാലൻസ് 1 1 + 1 2. 250 എന്ന് കിട്ടിയല്ലേ. 250 ടോട്ടൽ. നെക്സ്റ്റ് എന്താണ്? ജിൻഡു ബിയറിന് 20 ലിറ്ററിൻ്റെ 2 എണ്ണമാണ്. 20 ലിറ്ററിൻ്റെ 2 എന്ന് പറഞ്ഞാൽ 20 × 2 എത്രയാണ്? 2 2s are 4. ദെൻ 10 40. ദെൻ 10 ലിറ്ററിൻ്റെ 2 എണ്ണമാണ് കുടിച്ചതല്ലേ. 10 ലിറ്ററിൻ്റെ 2 എണ്ണം 10 ലിറ്ററിൻ്റെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ 10 × 2 20. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 40 + 20 എത്രയാണ്? 4 + 2 6 60 എന്ന് കിട്ടി. ദെൻ എന്താണ്? കുട്ടൻ ക്യാമൽ എത്രയാണ്? 20 ലിറ്ററിൻ്റെ 5 എണ്ണമാണ് കുടിച്ചതല്ലേ. 20 ലിറ്റേഴ്സിൻ്റെ 5 എണ്ണം 5 എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 5 എത്രയാണ്? 10. ദെൻ 10 100 എന്ന് കിട്ടി. 20 × 5 100. ദെൻ എത്രയാണ്? 10 ലിറ്ററിൻ്റെ 10 എണ്ണം കുടിച്ചിട്ടുണ്ട്. 10 ലിറ്ററിൻ്റെ 10 എണ്ണം 10 × 10 എന്താണ്? 1 × 1 1. ദെൻ 2 zeros എന്താണ്? 100 കിട്ടി. അപ്പോൾ 100 + 100 എത്രയാണ്? 200 അല്ലേ. അപ്പോൾ 200 കിട്ടി.
ദെൻ മല്ലൻ ടൈഗറും ജില്ലു ബൈസണും എത്രയാണ് 80യും 100ഉം ആണ് ടോട്ടൽ ലിറ്റേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടേഴ്സ് ഓരോന്നിൻ്റെ ലിറ്റേഴ്സ് എത്രയാണ് ടോട്ടൽ നമുക്ക് 80 കിട്ടിയാൽ മതി. അപ്പോൾ 80 കിട്ടാൻ എങ്ങനെയൊക്കെ ഏതൊക്കെ വേല നമുക്ക് ഇവിടെ എഴുതാം, ഏതൊക്കെ വേല എഴുതിയാലാണ് ഇവിടെ 80 എന്ന് കിട്ടുക അല്ലേ. ഇവിടെ 50 ലിറ്ററിൻ്റെ ഓരോന്ന് വീതം എടുത്ത് നോക്കൂ. 50 + 20 + 10 എത്രയാണ് 80 അല്ലേ. 50 + 20 + 10 എത്രയാണ് 5 + 2 5 6 7 8 അല്ലേ. 80 എന്ന് കിട്ടി. അപ്പോൾ 80 എന്നാണ് നമുക്ക് കിട്ടേണ്ടതല്ലേ. അപ്പോൾ ഇത് ഓരോന്ന് വീതം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും 80 എന്ന് കിട്ടില്ലേ. 50 ലിറ്ററിൻ്റെ ഒന്ന് എടുക്കുക, 20 ലിറ്ററിൻ്റെ ഒന്നും 10 ലിറ്ററിൻ്റെ 1ഉം ഇതൊക്കെ എടുത്താൽ എന്താണ് അല്ലേ. 1 × 50 50 1 × 20 20 1 × 10 10. അപ്പോൾ നമുക്ക് ടോട്ടൽ 80 കിട്ടിയില്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് വീതം എടുക്കുക അല്ലേ. ഓരോന്ന് വീതം എടുത്താൽ ഓരോ ലിറ്റർ എടുത്താൽ നമുക്ക് 80 കിട്ടി. ഇനി 100 കിട്ടണമെങ്കിൽ എത്രയും കൂടി വേണം അല്ലേ. 80ലേക്ക് ഒരു 20 കൂടി ആഡ് ചെയ്താലല്ലേ നമുക്ക് 100 കിട്ടുക. അപ്പോൾ ഒരു 20 ലിറ്റേഴ്സിൻ്റെ ഒന്നും കൂടി എടുത്താൽ മതി. അതൊരു 2 ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടി 100 കിട്ടിയില്ലേ. ഇത് 1 ഇത് 2 ഇത് 1 അല്ലേ. നോക്കൂ 50 ലിറ്ററിൻ്റെ 1 50 20 ലിറ്ററിൻ്റെ 2 20 ലിറ്ററിൻ്റെ 2 എന്ന് പറഞ്ഞാൽ 2 × 20. നെക്സ്റ്റ് 1 × 10 അല്ലേ. 1 ലിറ്ററിൻ്റെ 10. അപ്പോൾ 2 × 20 എത്രയാണ് 40 അല്ലേ. 40യും 50യും 10ഉം കിട്ടി. ഇതേടെ ചെയ്താൽ എത്ര കിട്ടി 50 + 10 60 60 + 40 എത്ര കിട്ടി 100. എന്താണ് ക്വസ്റ്റ്യനിൽ ഹൂ വൺ ആരാണ് വിജയിച്ചത് ആരാണ് കൊമ്പൻ എലിഫൻ്റ് ആണ് വിജയിച്ചത് അല്ലേ. കൂടുതൽ ലിറ്റേഴ്സ് വെള്ളം കുടിച്ചത് ആരാണ് അല്ലേ. കൊമ്പൻ എലിഫൻ്റ് ആണ് 250 കുടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കൊമ്പൻ എലിഫൻ്റ് ആണ് വിജയിച്ചത്. അടുത്തത് എന്താണ് തിങ്ക് ഓഫ് 250 ലിറ്റർ ബാരൽ ഓഫ് വാട്ടർ. എന്താണ് 2 50 ലിറ്റർ ബാരൽ ഓഫ് വാട്ടർ ഉണ്ട്. ഹൗ മെനി 20 ലിറ്റർ ബാരൽസ് കണ്ടെയ്ൻ ദി സെയിം എമൗണ്ട് ഓഫ് വാട്ടർ. ഇതേ അളവിലുള്ള സെയിം എമൗണ്ട് ഓഫ് വാട്ടർ എത്ര 20 ലിറ്റേഴ്സ് എത്ര 20 ലിറ്റർ ബാരൽസ് ആണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. 250 ലിറ്റർ ബാരൽസ് ഓഫ് വാട്ടർ അല്ലേ. 250 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 × 50 എത്രയാണ് 2 × 5 10 10 1 0 100 ആണല്ലേ. അങ്ങനെ ഇതേ അളവിൽ സെയിം എമൗണ്ട് ആണ് സെയിം എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ 100 തന്നെ വരണം. എത്ര 20 ലിറ്റർ ബാരൽസ് ആണ് ഉണ്ടാവുക. എത്ര 20 ലിറ്റർ ബാരൽസ് എടുത്താലാണ് നമുക്ക് 100 കിട്ടുക. എത്ര ടൈംസ് 20 ആണ് 100 എത്രയാണ് 100. ഇതേ സെയിം എമൗണ്ട് 100 തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ എന്താണ് 2 × 50 ആണ് 100 അല്ലേ. അപ്പോൾ ഇവിടെ 20 ഇപ്പോൾ ഈ 0 എന്താണ് ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ഈ 5 ഇങ്ങനെ 5ഉം ഈ 2 എന്താണ് 2ൻ്റെ അടുത്തേക്ക് ഈ 0 പോയാൽ എന്താണ് 20 അല്ലേ. 5 × 20 എത്രയാണ് 2 5 10 അല്ലേ. 10 0 100 ആണല്ലേ. 5 × 20 എന്താണ് 100 ആണ്. അപ്പോൾ 20 ലിറ്റർ ബാരൽസ് ആണെങ്കിൽ എത്രയാണെന്നാണ് ചോദിച്ചത്. 100 തന്നെ ആവണം. സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ആവണം. 250 ലിറ്റർ ബാരൽസ് ഓഫ് വാട്ടർ 50 ലിറ്ററിൻ്റെ 2 ബാരൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ 20 ലിറ്ററിൻ്റെ എത്ര ബാരൽസ് വേണം 5 എണ്ണം വേണം അല്ലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൗ മെനി 10 ലിറ്റർ ബാരൽസ് 10 ലിറ്ററിൻ്റെ എത്ര എണ്ണം വേണ്ടി വരും അല്ലേ. 10 ലിറ്ററിൻ്റെ എത്ര വേണ്ടി 10 × 10 അല്ലേ 100 അല്ലേ. 10 × 10 ആണ് 100. 100 ആണ് നമുക്ക് കിട്ടേണ്ടത്. സെയിം എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ 10 ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ 10 ഇവിടെ 10 എടുക്കണം. 20 ലിറ്ററിൻ്റെ ആകുമ്പോൾ എത്ര എടുക്കണം 5 എടുക്കണം. 5 × 20 ആണ് 100. ഈ മങ്കി എന്താണ് പറയുന്നത് ഡോൺ യു നോ ദാറ്റ് വി വോണ്ട് ഹാവ് ഇനഫ് വാട്ടർ ഡ്യൂറിങ് സമ്മർ. എന്താണ് സമ്മർ സീസണിൽ ചൂടുകാലത്ത് എന്താണ് നമുക്കെന്താണ് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് വാട്ടർ. അതുകൊണ്ട് എന്താണ് വെള്ളം വേസ്റ്റ് ആക്കരുത് അനാവശ്യമായിട്ട് ചിലവാക്കരുതെന്ന് പറയാണ്. റൈറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ഈച്ച് ഹാസ് ഡ്രങ്ക് ഇൻ ദി അസെൻഡിങ് ഓർഡർ അല്ലേ. റൈറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടറിൻ്റെ എമൗണ്ട് ഇല്ലേ. ഈ എമൗണ്ട് ഓഫ് വാട്ടർ എന്താണ് അതെന്താണ് ഓരോരുത്തർ കുടിച്ചത് ഡ്രങ്ക് ചെയ്തത് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ. ഏറ്റവും ചെറുത് ഏതാണ് അല്ലേ. ചെറുതിൽ നിന്നിട്ട് അങ്ങനെ വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ കുറയുക ഡിസെൻഡ് ചെയ്യുക കുറയുക. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഡിസെൻഡിങ്. ഇവിടെ എന്താണ് അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതിൽ നിന്ന് മുകളിലേക്ക് ഏറ്റവും കൂടിയതിലേക്ക് ഇങ്ങനെ എഴുതി പോകുക. അസെൻഡ് ചെയ്യാം കയറി പോവുക. ഡിസെൻഡ് പറഞ്ഞാൽ കുറയുക. അസെൻഡിങ് മുകളിലേക്ക് ഇങ്ങനെ ഏറ്റവും ചെറുത് നിന്ന് വലുതിലേക്ക് വലുത് വരെ എഴുതാം. ഗിഫ്റ്റ് കൂപ്പൺസ്. കങ്കാരു സ്പോർട്സ് ഗേവ് എ ഗിഫ്റ്റ് കൂപ്പൺ വർത്ത് 900 rupees to each of the contestants in the first 3 positions. ഫസ്റ്റ് കിട്ടുന്ന 3 ആൾക്ക് എന്താണ് 900 rupeesൻ്റെ എന്താണ് കൂപ്പൺ അല്ലേ. ഗിഫ്റ്റ് കാർഡില്ലേ എന്താണ് 900 rupeesൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഈച്ച് കുഡ് ചൂസ് 3 items. ഓരോരുത്തർക്ക് എന്താണ് 3 items 3 സാധനങ്ങൾ ചൂസ് ചെയ്യാം. വിച്ച് ഐറ്റംസ് വുഡ് ദേ ഹാവ് ചൂസൺ. ഏതൊക്കെ ഐറ്റം ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത് എടുക്കുന്നത് അല്ലേ. 900 rupees ആണ് ടോട്ടൽ. 900 rupees ടോട്ടലാവുന്ന 3 items നിങ്ങൾക്ക് 3 ആൾക്കും എന്താണ് 3 items വീതം കൊടുക്കാം അല്ലേ. ഇവിടെ ഐറ്റംസിൻ്റെ നെയിം ഉണ്ട് അതിൻ്റെ പ്രൈസും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 ആൾക്കും എന്താണ് ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസും ഇവിടെ ഇതാ. ടോട്ടൽ എത്ര ആയിരിക്കണം 900 ആവണം. ഓരോ ആൾക്കും എത്രയാണ് 3 ഐറ്റം വീതം എടുക്കാം. 3 items എടുക്കാം. അപ്പോൾ 3 ഐറ്റം ഏതൊക്കെ എടുക്കാം
ഫസ്റ്റ് ഞാൻ എന്താണ് ഒരു ഷൂസും ഒരു ജേഴ്സിയും ഒരു ചെസ് ബോർഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയായി? ടോട്ടൽ 900 ആയില്ലേ. ദെൻ ഒരു ബാഡ്മിൻ്റൺ ബാറ്റും നെറ്റും ജേഴ്സി എടുത്തു, അതും 900 ആയി. ദെൻ ഒരു ക്രിക്കറ്റ് ബോളും ക്രിക്കറ്റ് ബാറ്റും ഒരു ചെസ് ബോർഡും എടുത്തു, അതെന്തായി? ടോട്ടൽ 900 ആയി. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ഐറ്റംസ് നിങ്ങൾക്ക് എടുക്കാം. ടോട്ടൽ പ്രൈസ് എന്തായിരിക്കണം? 900 ആണെന്നുള്ളൂ കണ്ടീഷൻ. ചിൽഡ്രൻസ് കണ്ടസ്റ്റ്. മിറ്റു റാബിറ്റ് ഈസ് പ്രിപ്പയറിംഗ് ചെസ് നമ്പേഴ്സ് ഫോർ ദി ചിൽഡ്രൻസ് കണ്ടസ്റ്റ് അല്ലേ. മത്സരത്തിന് വേണ്ടിയിട്ട്, കണ്ടസ്റ്റിന് വേണ്ടിയിട്ട് എന്താണ് മിറ്റു റാബിറ്റ് എന്താണ് ചെസ് ഉണ്ടാക്കുകയാണ്, പ്രിപ്പയർ ചെയ്യാണ്. ചെസ് നമ്പേഴ്സ് ഫ്രം 10 to 20 ആർ മെയ്ഡ് ഫോർ ദി 100 മീറ്റർ റേസ് അല്ലേ. 100 മീറ്റർ റേസിന് ഓട്ട മത്സരത്തിന് എത്രയാണ്? 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പേഴ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൗ മെനി കാർഡ്സ് ആർ ദർ? അവിടെ എത്ര കാർഡ്സ് ഉണ്ട്? അങ്ങനെയാണെങ്കിൽ എത്ര കാർഡ്സ് ഉണ്ട് അല്ലേ. 10 to 20 വരെ എത്ര കാർഡ്സ് ഉണ്ട്? എത്ര ചെസ് നമ്പേഴ്സ് ആണുള്ളത്? ഞാനിവിടെ 20 വരെ എഴുതിയിട്ടുണ്ട്. 20 വരെ എത്ര കാർഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 കാർഡ്സ് ഉണ്ടല്ലേ. 11 ഹൗ മെനി കാർഡ്സ്? 11. ഇങ്ങനെ ഓരോന്ന് എഴുതി നോക്കാൻ എത്ര പണി. ഇതിനൊരു ഈസി മെത്തേഡ് എന്താണ്? നമുക്ക് ആദ്യം ബിഗ് നമ്പർ എടുക്കുക അല്ലേ. 10 to 20 എന്ന് പറയുന്നതിൽ ബിഗ് നമ്പർ ഏതാണ്? 20 മൈനസ് സ്മോൾ നമ്പർ ഏതാണ്? 10 പ്ലസ് 1 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 20 മൈനസ് 10 എന്താണ്? 10. 10 പ്ലസ് 1 എന്താണ്? 11. 11 എന്ന് ആൻസർ കിട്ടിയില്ലേ. നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ എത്ര കാർഡ്സ് ഉണ്ടെന്ന് എല്ലാത്തിൻ്റെ അത് കണ്ടുപിടിക്കാം. അപ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് 1 ആഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താ? നമ്പേഴ്സ് ഫ്രം 30 to 50 ആർ മെയ്ഡ് ഫോർ ദി സ്വിമ്മിംഗ് കണ്ടസ്റ്റ്. ഹൗ മെനി ആർ ഗിവൺ ദി കാർഡ്സ് അല്ലേ. സ്വിമ്മിംഗ് കണ്ടസ്റ്റിലെ നീന്തൽ മത്സരത്തിന് വേണ്ടിയിട്ട് എത്രയാണ്? 30 to 50 ആണ് ചെസ് നമ്പേഴ്സ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എത്ര കാർഡ്സ് ഉണ്ടാവും അല്ലേ? 30 to 50 വരെ എത്ര കാർഡ്സ് ഉണ്ടാവും? ബിഗ് നമ്പർ ഏതാണ്? 30 to 50 50 അല്ലേ. 50 മൈനസ് സ്മോൾ നമ്പർ 30 പ്ലസ് 1. 50 മൈനസ് 30 എത്രയാണ്? 20. 20 പ്ലസ് 1 എന്താണ്? 21. അപ്പോൾ 21 കാർഡ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? നമ്പേഴ്സ് ഫ്രം 60 to 100 ആർ ഫോർ ഗ്രൂസ്ബെറി ഗ്യാതറിംഗ്. ഹൗ മെനി കാർഡ്സ് ആർ നീഡഡ് ഫോർ ദിസ് ഈവൻറ്റ്? ഈവൻറ്റിന് എത്ര കാർഡ്സ് വേണ്ടി വരും? 60 to 100 ആണ് നമ്പേഴ്സിലെ. 60 to 100 ഏതാണ് ബിഗ് നമ്പർ? എന്താണ്? 100. 100 മൈനസ് സ്മോൾ നമ്പർ എന്താണ്? 60 പ്ലസ് 1. 100 മൈനസ് 60 എത്രയാണ്? 40 അല്ലേ. 40 പ്ലസ് 1 എന്താണ്? 41. എത്ര ഉണ്ടാവും? 41 കാർഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഹൗ ഐ ഫൗണ്ട് ദി ആൻസർ? അങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടത്. ബിഗ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ പ്ലസ് 1. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ്? ആൻസർ കിട്ടി. നമ്മൾ ഇപ്പോൾ ചെയ്ത ഇതേ മെത്തേഡിൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ്? ഹൗ മെനി 2 digit നമ്പേഴ്സ് ആർ ദർ ഇൻ ആൾ അല്ലേ. മൊത്തത്തിൽ എത്ര 2 digit നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് 2 digit നമ്പർ എത്രയാണ്? 10 അല്ലേ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് 2 digit നമ്പർ എത്രയാണ്? 99 ആണ് അല്ലേ. 100 എന്ന് പറഞ്ഞാൽ 3 digit ആയി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 9 എന്താണ്? 1 digit ആണ്. ഫസ്റ്റ് 10 എന്നാണ് 2 digit സ്റ്റാർട്ട് ചെയ്യുന്നത്. 99 വരെയാണുള്ളത് അല്ലേ. 100 എന്ന് പറയുമ്പോൾ 3 digit ആയി. അപ്പോൾ 99 വരെയാണ് ലാസ്റ്റത്തെ 2 digit നമ്പർ. അപ്പോൾ നമ്മളെ മെത്തേഡ് എന്തായിരുന്നു അല്ലേ? ബിഗ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ. 99 മൈനസ് 10 പ്ലസ് 1 അല്ലേ. 99 മൈനസ് 10 എന്താണ്? 99 ഒരു 10 പോയാൽ എത്രയാണ്? 89. 89 പ്ലസ് 1 എന്താണ്? 90. നമുക്ക് എന്ത് കിട്ടി? 90 എന്ന് കിട്ടി ആൻസർ അല്ലേ. 2 digit നമ്പേഴ്സ് ടോട്ടൽ എത്ര ഉണ്ട്? 90 എന്ന് കിട്ടി. നെക്സ്റ്റ് ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 ആൻഡ് 200? 100 200 ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഏതാണ് ബിഗ് നമ്പർ? എന്താണ്? 200. സ്മോൾ നമ്പർ 100 അല്ലേ. ബിഗ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ പ്ലസ് 1. ഇതാണ് നമ്മുടെ മെത്തേഡ് അല്ലേ. 200 നിന്ന് 100 പോയാൽ എത്രയാണ്? 2 നിന്ന് 1 പോയാൽ 1 അല്ലേ. 100. 200 നിന്ന് 100 പോയാൽ 100 പ്ലസ് 1 എന്താണ്? 101 അല്ലേ. 101. നെക്സ്റ്റ് ഹൗ മെനി 3 digit നമ്പേഴ്സ് ആർ ദർ ഇൻ ആൾ അല്ലേ. ആൾ മൊത്തത്തിൽ എത്ര 3 digit നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. എത്ര 3 digit നമ്പേഴ്സ് ഉണ്ട് ടോട്ടലായിട്ട്? മൊത്തത്തിൽ എത്ര 3 digit നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് 3 digit നമ്പർ എത്താണ്? 100 അല്ലേ. ഫസ്റ്റ് 3 digit നമ്പർ അല്ലേ. 99 ആയിരുന്നു ലാസ്റ്റത്തെ 2 digit നമ്പർ. നെക്സ്റ്റ് എന്താണ്? ഇത് 3 digit ആണ്. 1 2 3 3 digit ആണുള്ളത്. പിന്നെ ഏതാണുള്ളത് അല്ലേ? 999 അല്ലേ. 999 ആണ് ലാസ്റ്റത്തെ 3 digit. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എന്താണ്? 1000 ആണ്. 1000 എന്നതുള്ളത് 4 digit ആയി അല്ലേ. 4 digit ഉണ്ട്. അപ്പോൾ അവസാനത്തെ 3 digit 999 ആണ്. ഫസ്റ്റത്തെ ഡിജിറ്റ് 3 digit 100 ആണ്. ഇതിൽ ബിഗ് നമ്പർ ഏതാണ്? 999 ആണ് ബിഗ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ ഏതാണ്? 100 പ്ലസ് 1. 999 ഒരു 100 പോയാൽ എത്രയാണ്? 899 പ്ലസ് 1 എത്രയായി? 900 എന്ന് കിട്ടിയില്ലേ ടോട്ടൽ. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 ആൻഡ് 100? 1ൻ്റെയും 100ൻ്റെയും ഇടയിലായിട്ട് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 ആൻഡ് 100? 1ൻ്റെയും 100ൻ്റെ ഇടയിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചതല്ലേ. എന്താണ് ഓഡ് നമ്പർ? ഈവൻ നമ്പർ എന്താണ് അല്ലേ. ഓഡ് നമ്പർ 1 എന്താണ്? ഓഡ് നമ്പർ ആണ്. 2 എന്താണ്? ഈവൻ ആണ്. 3 ഓഡ് നമ്പർ. 4 ഈവൻ നമ്പർ. 5 ഓഡ് നമ്പർ. 6 ഈവൻ നമ്പർ. 7 ഓഡ് നമ്പർ. 8 ഈവൻ നമ്പർ. 9 ഓഡ് നമ്പർ. 10 ഈവൻ നമ്പർ അല്ലേ. ഇതിൽ ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് അല്ലേ. ഫസ്റ്റത്തെ ഇടവിട്ട് വരുന്ന അല്ലേ ഈ ഒറ്റ സംഖ്യകൾക്കാണ് നമ്മളെന്ത് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ.
ഒന്നെന്താണ് അപ്പോൾ ഇത് ഈക്വൽ ആയിട്ടാണ് ഫസ്റ്റത്തത് ഓഡ് നമ്പർ ദെൻ ഈവൻ നമ്പർ ദെൻ ഓഡ് ദെൻ ഈവൻ ദെൻ ഓഡ് നമ്പർ ദെൻ ഈവൻ നമ്പർ ദെൻ ഓഡ് നമ്പർ അങ്ങനെ ഒന്ന് ഇടവിട്ടാണ് അല്ലേ. ഇവിടെ 10 വരെയുള്ള നമ്പേഴ്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 എണ്ണം. അതേപോലെ തന്നെ ഈക്വൽ ആയിട്ടാണ് എന്തുള്ളത്? ഈവൻ നമ്പേഴ്സ് ഉള്ളത് അല്ലേ. ഈവൻ നമ്പേഴ്സ് എത്ര ഉണ്ട് അല്ലേ? 1 2 3 4 5 ഈവൻ നമ്പേഴ്സും 5 ഓഡ് നമ്പേഴ്സും അതായത് സെയിം ആണ്. അതേപോലെ തന്നെ ആയിരിക്കും 100ൻ്റെ ഇടയിൽ എത്ര എണ്ണം ഉണ്ടാവും അല്ലേ? 100ൻ്റെ നേർപകുതി എന്താണ്? 50. അപ്പോൾ 50 ഓഡ് നമ്പേഴ്സും 50 ഈവൻ നമ്പേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ഒന്നിടവിട്ടാണ് ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ഉള്ളത്. അപ്പം എന്താണ് 100ൻ്റെ നേർപകുതി എന്താണ്? 50. അപ്പോൾ പകുതി ഓഡ് നമ്പേഴ്സും പകുതി ഈവൻ നമ്പേഴ്സും ആയിരിക്കും ഉണ്ടാവുക. എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് കാർഡ് ഗെയിംസ്. മീ ടു ഫോർ ദി നമ്പർ കാർഡ് ഗെയിം. എന്താണ് നമ്പർ കാർഡ് ഗെയിമിന് എന്താണ് ഞാനുമുണ്ട്. ഈച്ച് പ്ലെയർ ഈസ് ഗിവൺ 4 കാർഡ്സ്. ഓരോ കളിക്കാർക്കും എന്താണ് പ്ലെയറിനും എന്താണ് 4 കാർഡ്സ് ആണ് കൊടുത്തത്. ദി വിന്നർ ഈസ് ദി വൺ ഹൂ മേക്സ് ദി മോസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിത്തൗട്ട് എനി റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ്. ആരാണ് വിന്നർ? ആരാണ് ഹൂ മേക്സ് ദി മോസ്റ്റ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. കൂടുതൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കുന്ന ആൾ. വിത്തൗട്ട് എനി റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ്. ഈ ഡിജിറ്റ്സിൽ എന്താണ് റിപ്പീറ്റേഷൻ? ആവർത്തിക്കരുത്. ഒരു വട്ടം 3 വന്നാൽ വീണ്ടും ആ 3 വരരുത്. അങ്ങനെ ആവർത്തിക്കാതെ കൂടുതലായി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കുന്ന ആളാണ് വിജയി അല്ലേ, വിന്നർ. ലുക്ക് അറ്റ് ദി കാർഡ്സ് മനിയൻ ആൻഡ് ഗോട്ട് അല്ലേ. മനിയനുറുമ്പിന് കിട്ടിയ കാർഡ്സ് നോക്കൂ. 9 3 2 5 എന്ന് പറഞ്ഞാൽ 4 കാർഡ്സാണ് കിട്ടിയത്. വാട്ട് വുഡ് ബി ദി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹി മെയ്ഡ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയത് അല്ലേ. റിപ്പീറ്റേഷൻ വരരുത്, ആവർത്തിക്കാതെ ഏതൊക്കെ 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ചെറിയ നമ്പർ ഇതിലേതാ? 2. അപ്പോൾ 2 വെച്ചിട്ട് എഴുതാനുള്ള നമ്പേഴ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 2 3 5 2 3 9 2 5 3. അങ്ങനെ നമുക്ക് ഏതൊക്കെ റിപ്പീറ്റേഷൻ ഇല്ലാതെ 2 വെച്ചിട്ട് എഴുതാം. ഈ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ നമ്പർ എഴുതാം അല്ലേ? 3 2 5 3 2 9 അങ്ങനെ എഴുതാം. നെക്സ്റ്റ് 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതായി 3 നമ്പേഴ്സ് നമുക്ക് എഴുതാം. നെക്സ്റ്റ് 9 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 9 2 3 9 2 5 അങ്ങനെ നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സാണ് എഴുതേണ്ടത്. റിപ്പീറ്റേഷൻ പാടില്ല കേട്ടോ, ആവർത്തിക്കരുത്. നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് എന്താണ് 3 ഡിജിറ്റ്സ് ഇങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടുമെന്ന് നോക്കൂ കേട്ടോ. ഞാൻ എഴുതിയതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്പേഴ്സിൽ നമുക്ക് എന്താണ് ഇത് ലാർജസ്റ്റ് നമ്പർ ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? 953 ആണ് അല്ലേ. ദി സ്മോളസ്റ്റ് നമ്പർ മെയ്ഡ്. ഇതിലുണ്ടാക്കിയ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള നമ്പർ ഏതാണ്? 135 235 ആണ് അല്ലേ സ്മോളസ്റ്റ് നമ്പർ. ഡ്രോ ബീഡ്സ് ഇൻ ദി അബാക്കസ്. ഡ്രോ ബീഡ്സ് ഇൻ ദി അബാക്കസ് ടു ഷോ ദി സ്മോളസ്റ്റ് നമ്പർ അല്ലേ. ഈ അബാക്കസിൽ എന്താണ് ബീഡ്സ് വരക്കാനാണ് പറഞ്ഞത്. ടു ഷോ ദി സ്മോളസ്റ്റ് നമ്പർ, സ്മോൾ ആയിട്ടുള്ള നമ്പർ കാണിക്കാൻ. ഏതാണ് സ്മോൾ നമ്പർ? 235 235 ആണ്. അപ്പോൾ 100ൻ്റെ പ്ലേസിൽ 2 ആണല്ലേ. അപ്പോൾ 2 ബീഡ്സ് വരക്കുക. 235 10 30 അല്ലേ. 10ൻ്റെ പ്ലേസിൽ 3 ആണ്. ദെൻ 100ൻ്റെ പ്ലേസിൽ എന്താണ്? 5 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 5 ബീഡ്സ് വരക്കുക. 100ൻ്റെ പ്ലേസിൽ 2, 10ൻ്റെ പ്ലേസിൽ 3ഉം 100ൻ്റെ പ്ലേസിൽ 5ഉം വരച്ചിട്ടുണ്ടല്ലേ. 235 235. വാട്ട് ഈസ് ദി പെക്യുലാരിറ്റി ഓഫ് ദി സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സമ്മ് അല്ലേ ആകെ പ്ലസ് ചെയ്യുമ്പോൾ ആകെ തുകൻ്റെ പെക്യുലാരിറ്റി എന്താണ്? പ്രത്യേകത എന്താണ് അല്ലേ. ഫസ്റ്റ് എന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നെ അടുപ്പിച്ച് 1 2 2 3 4 5 6 7 അങ്ങനെ അടുപ്പിച്ചിട്ടുള്ള നമ്പേഴ്സിലെ കോൺസിക്യൂട്ട് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? ഇവിടെ 1 + 2 ഉണ്ട്, 2 + 3 ദെൻ 3 + 4 then 4 + 5 then 5 + 6 then 6 + 7 then 7 + 8. ഇതൊക്കെ ആഡ് ചെയ്താൽ ഏതാണ് നമ്പർ കിട്ടുന്നത്? 1 + 2 എന്താണ്? 3 ആണല്ലേ. 2 + 3 5 then 4 + 3 എന്താണ്? 7 then 5 + 4 എന്താണ്? 9 then 5 + 6 എന്താണ്? 11. അങ്ങനെയാണ് എന്താണ് ഓഡ് നമ്പേഴ്സാണ് നമുക്ക് കിട്ടിയത്. 3 5 7 9 11 13 ഇതൊക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണല്ലേ, ഒറ്റ സംഖ്യകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ആൻസർ എന്താണ്? ഓഡ് നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇതിൻ്റെ സമ്മ് ആഡ് ചെയ്താൽ ഡു മോർ എക്സാമ്പിൾസ് ടു ഫൈൻഡ് ദി പെക്യുലാരിറ്റി. നമുക്ക് എന്താണ് കൂടുതൽ എക്സാമ്പിൾസ് ഉദാഹരണങ്ങൾ ചെയ്യാം. വാട്ട്സ് ദി പെക്യുലാരിറ്റി ഓഫ് ദി സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താലുള്ള പ്രത്യേകത എന്താണ്? ഇതിൻ്റെ സം എന്തായിരിക്കും? 2 ഓഡ് നമ്പേഴ്സ് എടുത്ത് നോക്കൂ അല്ലേ. ഫസ്റ്റ് ഓഡ് നമ്പർ എന്താണ്? 1 ദെൻ നെക്സ്റ്റ് ഓഡ് നമ്പർ 3 അല്ലേ. അത് 2 ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? 1 + 3 എന്താണ്? 4 ആണ്. നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാണ്? 5ഉം 7ഉം. നെക്സ്റ്റ് ഓഡ് നമ്പർ എന്താണ്? 9ഉം 11ഉം. ഇതൊക്കെ ആഡ് ചെയ്ത് നോക്കൂ. 5 + 7 എന്താണ്? 12 എന്ന് കിട്ടി. ഇതൊക്കെ ആഡ് ചെയ്ത് നോക്കൂ. നമുക്ക് എന്താണ്? ഈവൻ നമ്പേഴ്സാണ് കിട്ടിയത് അല്ലേ. 4 ഈവൻ നമ്പർ അല്ലേ, ഇരട്ട സംഖ്യയാണ്. 12 ഇരട്ട സംഖ്യയാണ്. അപ്പോൾ എന്താണ്? 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്താണ്? ഈവൻ നമ്പേഴ്സാണ് കിട്ടുക. അപ്പോൾ എന്താണ് പെക്യുലാരിറ്റി? പ്രത്യേകത എന്താണ്? 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്താണ്? ഈവൻ നമ്പേഴ്സാണ് കിട്ടുക. ഇനി എന്താണ്? വാട്ട് അബൌട്ട് ദി സം ഓഫ് 2 ഈവൻ നമ്പേഴ്സ്. 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കൂ. എന്താ കിട്ടുക? 2 ഈവൻ നമ്പേഴ്സ് 2 4 5 ഓഡ് നമ്പറാണ്. 6ഉം 8ഉം ഈവൻ നമ്പർ ആണല്ലേ. 2 ഈവൻ നമ്പർ ആഡ് ചെയ്ത് നോക്കൂ. 4 + 2 എന്താണ്? 6 6 + 8 എന്താണ്? 6 + 8 എന്താണ്? 14 അല്ലേ. 14 എന്താണ്? ഈവൻ നമ്പറാണ്. 6 എന്താണ്? ഈവൻ നമ്പറാണ്.
ഏത് ഈവൻ നമ്പർ എടുത്ത് നോക്കൂ, 2 + 6 എന്താണ് ഈവൻ നമ്പർ, എന്താണ് 6, 7, 8 അല്ലേ. 8 എന്താണ് ഈവൻ നമ്പറാണ്. അപ്പോൾ എന്താണ് നമുക്ക് 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താലും എന്താണ് ഈവൻ നമ്പർ തന്നെയാണ് കിട്ടുക അല്ലേ. ഈവൻ നമ്പർ ആഡ് ചെയ്താലും 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താലും നമുക്ക് എന്താണ് ഈവൻ നമ്പേഴ്സ് തന്നെയാണ്, ഇരട്ട സംഖ്യകൾ തന്നെയാണ് കിട്ടുക. ഹൗ മച്ച് ഡസ് 6, 60 and 600 മേക്ക്? ഇതെല്ലാം പാടെ ആഡ് ചെയ്താൽ എത്രയാണ്? 666 അല്ലേ. 666 അല്ലേ. 600സും 60 10സും 6 1സും അല്ലേ. 666 എന്ന് കിട്ടി. നെക്സ്റ്റ് 800 ആഡഡ് ടുഗദർ ഈസ് ഈക്വൽ ടു ഹൗ മെനി 10s ആഡഡ് ടുഗദർ? 800 ആഡഡ് ടുഗദർ. 800s ആഡഡ് ടുഗദർ എന്നാൽ 800s. 800s എന്താണ്? 800s 800 ആണ്. ഈസ് ഈക്വൽ ടു ഹൗ മെനി 10s ആഡഡ് ടുഗദർ? എത്ര 10s ആഡ് ചെയ്താലാണ് നമുക്ക് ഈ 800 കിട്ടുക അല്ലേ. 800s ആഡ് ചെയ്താൽ 800 കിട്ടും. എത്ര 10s ആഡ് ചെയ്താലാണ് 800 കിട്ടുക? 80 10s അല്ലേ. 80 × 10 എന്താണ്? 8 × 1 8, then 2 zeros അല്ലേ. 80 × 10 ആണ് 800. അപ്പോൾ 80 10s ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 800 കിട്ടുക. നമ്മുടെ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.